ഇല്ല, താങ്കൾ പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിനകത്ത് കയറി സമരം ചെയ്തിട്ടുണ്ട് എന്നാണ്. ശ്രീ അബിൻ വർക്കി, ശ്രീ അനിൽകുമാർ, എനിക്ക് മനസ്സിലായില്ല ഏത് സംഘടനയാണ് കോട്ടയം മെഡിക്കൽ കോളേജിനകത്ത് രോഗികളെ ഭയപ്പെടുത്തി സമരം ചെയ്തത്? ചോദ്യം, അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അകത്ത് ഒരു ക്യാൻസർ രോഗിയെ കൊണ്ടുവന്ന ആംബുലൻസ് കോട്ടയം മെഡിക്കൽ കോളേജില് അത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ ആംബുലൻസ് തകർത്തതിന് എതിരെ എടുത്ത ഞാൻ പറയാം, കോട്ടയം ഒന്ന് പറഞ്ഞേ. അതിന്റെ പേരിൽ ജയിലിൽ പോയ ഒരു വ്യക്തിയുടെ പേര്, അതിന്റെ പേരിൽ ജയിലിൽ പോയ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരന്റെ പേര് പറഞ്ഞു, ഒന്ന് പറഞ്ഞു. ഞാൻ സമരത്തിലുണ്ടായിരുന്നതാണല്ലോ. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. അവിടെ അങ്ങനെ ഒരു ആംബുലൻസ് പോയിട്ടില്ല, അവിടെ തല്ലി തകർത്തിട്ടില്ല. പോലീസിനോ പൊതുജനത്തിനോ ഇല്ലാത്ത ഒരു പരാതി ശ്രീ കെ അനിൽകുമാറിനെ എവിടെ വന്നേ? ചുമ്മാ എന്തെങ്കിലും പച്ച കള്ളം നുണ പറയുന്നു. നാണമാവില്ലേ? നിങ്ങളൊരു ഞാൻ മറുപടി പറയാം. മറുപടിയുണ്ട്. ഒന്ന് ആംബുലൻസ് നടന്നത് ചാണ്ടിയുമ്മനാണ്. അതിന്റെ ദൃശ്യം മനോരമയിൽ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല. മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. ചാണ്ടിയുമ്മൻ ആംബുലൻസ് മനസ്സിലാക്കുന്നു. ആംബുലൻസ് തല്ലി തകർത്ത ആ വിഷയത്തിലെ കേസ്, ഞാൻ പറയട്ടെ, എന്റെ ആ കേസ് നമ്പർ പറ. അതിനെടുത്ത പോലീസ് എടുത്ത ക്രൈം പറ. 2 കോട്ടയം മെഡിക്കൽ കോളേജ് നടത്തിയ സമരത്തിൽ ഞാനുണ്ടായിരുന്നു തുടക്കം മുതൽ അവസാനം വരെ. അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഈ മാധ്യമങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു, ഇവരാരും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഒരു കേസ് പൊതുജനം ഒരു പരാതി കൊടുത്തിട്ടില്ല. പോലീസിന് അങ്ങനെ ഒരു കേസില്ല. പിന്നെ ശ്രീ കെ അനിൽകുമാർ ബഹിരാകാശത്ത് നിന്ന് കേസ് ഉണ്ടായിക്കൊണ്ടുവരും. എന്തു നുണയും പച്ച നുണയും ഒരു ചാനൽ ചർച്ച വന്ന് പറയാമെന്നാണ്. വളരെ മോശമല്ലേ ശ്രീ കെ അനിൽകുമാർ? എന്തു നുണയാണ്? പച്ച നുണ, നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്നു, പച്ച നുണ. അങ്ങനെ കേസ് പറയാം, അങ്ങനെ കേസിങ് പറ. ഞാൻ പറയട്ടെ, ഞാനത് പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ആളെ വെച്ചാൽ ഇത് ശരിയല്ല. റിമാൻഡ് ചെയ്തിട്ടുണ്ടോ കോട്ടയത്തെ? പറ. ഇത് ശരിയല്ല. അതല്ലേ ചോദിക്കണേ. അല്ല, ഞാനിപ്പോ നമ്മളൊരു ചർച്ചയ്ക്കകത്ത് സംസാരിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓരോ സ്ഥലത്തും കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണോ CPM മറുപടി പറയേണ്ടത്? അത് അവിടെ ഉയർന്നു വരുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയണമല്ലോ. കാരണം ഓരോ സ്ഥലത്തും ഓരോ സമീപനമാണെങ്കിൽ അതിന് മറുപടി പറയണ്ടേ ശ്രീ അനിൽകുമാർ? അല്ലല്ല, ഒരു സമരവുമായി ബന്ധപ്പെട്ട് വിഷയം കൈകാര്യം ചെയ്യുന്ന പോലീസിനാണ് ബാധ്യത. ആ പോലീസ് എങ്ങനെ പോകണം, എങ്ങോട്ട് പോകണം എന്ന് ആഭ്യന്തര വകുപ്പിന് തീരുമാനമില്ല. നിങ്ങളിപ്പോൾ അവിടെ പറഞ്ഞു നവകേരള സദസ്സിനെ ആക്രമിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ മുന്നിലേക്ക് ചാടുന്നു. ചാടി ഒരാൾ വീണ് കഴിഞ്ഞാൽ ഒരാൾ മരിക്കാനിടയാകും. മരിച്ചാൽ പിന്നെ കേരളം മുഴുവൻ കത്തിക്കാം. ഞങ്ങളുടെ കുട്ടികൾ ആ വണ്ടിയുടെ മുന്നിൽ ചാടി മരിച്ചാൽ നിങ്ങൾക്കെന്താണ് എന്ന് ചോദിച്ചത് KPCC പ്രസിഡന്റാണ്. അങ്ങനെ KPCC പ്രസിഡന്റ് ചോദിക്കുന്ന വിധം ആ നവകേരള സദസ്സിൻ്റെ മുന്നിലേക്ക് ചാടി ഒരു കുട്ടി വീണാൽ അത് വീഴാതിരിക്കത്തക്കത് പിടിച്ചു മാറ്റുന്നതിനെയാണ് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. അതല്ലാതെ അതിന്റെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങൾ രക്ഷാപ്രവർത്തനമായി ഒരാളും പറയില്ല. പൂച്ചട്ടി എടുത്ത് തലച്ചടിക്കുന്നതിനെയും രക്ഷാപ്രവർത്തനമായാണ് വിശേഷിപ്പിച്ചത്. അതൊക്കെയായിരുന്നു അന്ന് കേരളം കണ്ടത്. SFIക്കാരുടെ കാര്യത്തിൽ രക്ഷാപ്രവർത്തനം ഒന്നും കണ്ടില്ല ശ്രീ അബിൻ വർക്കി. അല്ലല്ല, നിങ്ങൾ കേരളം കണ്ടൊന്നുമല്ല നിങ്ങൾ പറയുന്നത്. കേസെടുത്തിട്ടുണ്ട്. കേരളം കണ്ടൊന്നുമല്ല നിങ്ങൾ പറയണത്. കണ്ടതാണ് ശ്രീ അനിൽകുമാർ. സത്യമായി കേരളം കണ്ടതല്ല നിങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ മനോരമ ന്യൂസിലെ ദൃശ്യങ്ങളാണ് സാക്ഷി. ശ്രീ അബിൻ വർക്കി, ഞാൻ വേറൊരു ദൃശ്യം കൊണ്ട് പറയാം. ഞാൻ പറഞ്ഞത് ഈ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ കണ്ണൂരിൽ മാടായിൽ നടന്ന സംഭവത്തിന്റെ പേരിൽ കണ്ണൂരിൽ മാടായിൽ നടന്ന രക്ഷാപ്രവർത്തനം എന്ന് ഇവർ ഓമനപ്പേര് വിളിച്ച സംഭവത്തിന്റെ പേരിൽ വധശ്രമത്തിന് കേസെടുത്തത് ഈ കേരളത്തിലെ പോലീസാണ്. അപ്പൊ ആ രക്ഷാപ്രവർത്തനം തുടരണമെന്നല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത്? എന്നിട്ടത് ആളുകൾ മുന്നിൽ ചാടുന്നതിനെ ഞങ്ങൾ സംരക്ഷിച്ചതാണെന്നൊക്കെ പറഞ്ഞാൽ
കേരളത്തിലെ ജനങ്ങൾ അത്ര പൊട്ടന്മാരാണ് എന്നാണോ ഇടതുപക്ഷക്കാർ ചിന്തിക്കുന്നത്? ഈ കേരളത്തിലുടനീളം ഗൺമാൻ ഇറങ്ങി അടിച്ച സംഭവം ഉണ്ടായി. ഈ കേരളത്തിലുടനീളം ആളുകളെ മർദ്ദിക്കുന്ന ഡിവൈഎഫ്ഐക്കാർ മർദ്ദിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഈ രക്ഷാപ്രവർത്തനം തുടരുമെന്ന് നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഇപ്പോഴെന്താണ് ഇവിടെ ഗവർണർക്കെതിരായിട്ടുള്ള സമരം, അല്ലെങ്കിൽ ചാൻസലർക്കെതിരായിട്ടുള്ള സമരം? ഞാൻ ആദ്യം പറഞ്ഞു 6 ഏക്കറിന്റെ എല്ലിംഗ് കഷ്ണം വെച്ച് നീട്ടി എന്നൊക്കെയാണ് ശ്രീ കെ അനിൽകുമാർ പറഞ്ഞത്. ശ്രീ അനിൽകുമാർ, ഈ 6 ഏക്കർ വന്നപ്പോ ഞങ്ങൾ പറഞ്ഞതാണല്ലോ 6 ഏക്കർ RSSന്റെ ചട്ടകമാണ്. പക്ഷെ എല്ലിംഗ് കഷണവും ചിക്കനും കഴിക്കാൻ പോയതാരാണ്? ഈ 6 ഏക്കർ എന്ന ചട്ടകത്തെ ഈ നാട് നീളെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? ഈ 6 ഏക്കറിനെ കൊണ്ട് ഡൽഹിയിൽ ചർച്ച നടത്താനും ചായ കുടിക്കാനും പോയത് കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? 6 ഏക്കറിന്റെ ജന്മദിനത്തിന് കേക്ക് മുറിക്കാൻ പോയത് മുഖ്യമന്ത്രിയല്ലേ? മുഖ്യമന്ത്രിയുടെ ജന്മദിനത്തിനും അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറിക്കും തിരിച്ച് പായസം കുടിക്കാൻ വന്നത് ഇതേ 6 ഏക്കറല്ലേ? ഈ RSSന്റെ ചട്ടകമായ 6 ഏക്കറിനെ ഇവിടെ വന്ന നാൾ മുതൽ പൊക്കി പിടിച്ചുകൊണ്ടുവരുന്നത് ആരാണ്? അത് പിണറായി വിജയനല്ലേ? എന്നിട്ട് ഈ 6 ഏക്കർ എല്ലി കഷ്ണം പിടിച്ച ഒരു ചട്ടകമാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഒന്നാമത്തെ കാര്യം. ഇനി 2, VC രജിസ്ട്രാറെ പുറത്താക്കി. അത് ചട്ടവിരുദ്ധമാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു അത്. പക്ഷെ ആ ചട്ടവിരുദ്ധതയുടെ പേരിൽ കോടതിയിൽ പോയി പകുതി വഴിക്ക് വെച്ച് കേസ് പിൻവലിച്ചുകൊണ്ട് വരാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ആ കേസ് എന്തായിരുന്നു? കേസ് നിയമവിരുദ്ധമായ സസ്പെൻഷൻ ആയിരുന്നു. ആ നിയമവിരുദ്ധമായ സസ്പെൻഷൻ കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് കിട്ടിയിരുന്നുവെങ്കിൽ ഈ ഗവർണർക്കെതിരായിട്ടുള്ള സമരത്തിൽ നമ്മൾ സംസ്ഥാനം വിജയിക്കില്ലായിരുന്നോ? പിന്നെ എന്തിനാണ് നിങ്ങൾ ആ കേസ് പിൻവലിച്ചുകൊണ്ട് പോകുന്നത്? അത് മാത്രമല്ല, VC കാണിച്ച ഒരു ചട്ടവിരുദ്ധത, അതിന് മറുപടിയായി മറ്റൊരു ചട്ടവിരുദ്ധതയാണോ നിങ്ങൾ കാണിക്കേണ്ടത്? ഒരു സിൻഡിക്കേറ്റ് യോഗത്തിൽ VC നിർബന്ധമായും അംഗീകരിക്കേണ്ട അജണ്ടയ്ക്ക് പുറത്തെ വിഷയം, VC നിർബന്ധമായി അനുമതി കൊടുക്കേണ്ട അജണ്ട, VC നിർബന്ധമായി അപ്രൂവ് ചെയ്യേണ്ട മിനിറ്റ്സ്, കേരള സർവകലാശാലയുടെ ആക്ട് പ്രകാരം ഇത് 3 നിർബന്ധമാണ് എന്നിരിക്കെ VC ഡിസൊല്യൂഷൻ ചെയ്തു പോയ അല്ലെങ്കിൽ പിരിച്ചുവിട്ട ഒരു യോഗത്തിൽ ഒരു മുതിർന്ന അംഗത്തെ അധ്യക്ഷനാക്കി വെച്ച് നിങ്ങൾ കാണിച്ച ഒരു പൊറാട്ട് നാടകം, അതും ചട്ടവിരുദ്ധതയായിരുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ചോദ്യമാണ് ഇതിന്റെ രാഷ്ട്രീയം. ഇതിന്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ഔട്ട്കം എന്താ? ഒറ്റ കാര്യം ഇതിന്റെ പ്രധാനപ്പെട്ട ഔട്ട്കം കേരളത്തിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അനുഭവിക്കാൻ പോവുകയാണ്. ഒരു സർട്ടിഫിക്കറ്റ് അടുത്ത ഒരു 2-3 മാസത്തേക്ക് കേരള സർവകലാശാലയിൽ നിന്ന് ഒപ്പിട്ട് കിട്ടില്ല. കാരണം KS അനിൽകുമാർ എന്ന് പറയുന്ന രജിസ്ട്രാർ ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് VC ഒപ്പിടില്ല. VC ഒപ്പിടണമെങ്കിൽ അവർ ചാർജ് കൊടുത്ത ജോയിന്റ് രജിസ്ട്രാർ ഒപ്പിടണം. പക്ഷെ ആ രജിസ്ട്രാറെ അവിടെ ഇരുത്താൻ ഈ ഇടതുപക്ഷക്കാർ സമ്മതിക്കില്ല. എന്ന് പറഞ്ഞാൽ അടുത്ത 3-4 മാസത്തേക്ക് ആയിരക്കണക്കിന് കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ അവരാണ് അനുഭവിക്കാൻ പോകുന്നത്. ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് അനുഭവിക്കാൻ പോകുന്നത്. ഇത്രയേറെ വിദ്യാർത്ഥികളെ രജിസ്ട്രാർ ആയാലും സിൻഡിക്കേറ്റ് ആയാലും അവർ പന്താടുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണെന്നുള്ളതിൽ സംശയമില്ല. ഞാൻ അധികം വൈകാരികമായിട്ടും ചോദിക്കണില്ല. ശ്രീ കെ അനിൽകുമാറിനോടുള്ള എന്റെ ചോദ്യം ഒറ്റ ചോദ്യമുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു മോഹൻ കുന്നുമേൽ RSSകാരനാണ്, അതുപോലെ തന്നെ ഗവർണറുടെ ചട്ടകമാണ്, ആരിഫ് മുഹമ്മദ് ഖാൻ കെട്ടിയിറക്കി വെച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലമാണ് ശ്രീ മോഹൻ കുന്നുമേൽ എന്ന് പറയുന്ന VCക്ക് റീ അപ്പോയിന്റ്മെന്റ് കൊടുത്തത്. ഈ റീ അപ്പോയിന്റ്മെന്റ് കൊടുത്ത ഇതിന് ശേഷം ഈ സംസ്ഥാന സർക്കാർ എപ്പോഴെങ്കിലും, എന്റെ ചോദ്യം ഇതാണ്, എപ്പോഴെങ്കിലും ഇയാൾക്ക് റീ അപ്പോയിന്റ്മെന്റ് കൊടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇയാൾ സംഘപരിവാറുകാരനാണ് എന്ന് നിങ്ങൾ ആരോപിച്ചിട്ടുണ്ടോ? ഒന്ന് ഉത്തരം പറഞ്ഞു. മറുപടി പറയുന്നുണ്ടോ? ഞങ്ങളുടെ കേസ് എന്ന് പറയുന്നത് VCമാരുടെ മറുപടി പറയാം. ഞങ്ങളുടെ കേസ് എന്ന് പറയുന്നത് VCമാരെ നിയമിക്കാൻ വേണ്ടിയുള്ള ഒരധികാരവും ചാൻസലർക്കില്ല. ഇപ്പോൾ ഉള്ള ചാൻസലർക്കില്ല. കാരണം എന്താണ്? VC നിയമനത്തിന് നടപടികൾ ആരംഭിക്കേണ്ടത് എന്റെ ചോദ്യം അതല്ല. മോഹൻ ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറായ പുനർനിയമനം കിട്ടിയ വ്യക്തിക്കെതിരെ അദ്ദേഹത്തിന്റെ നിയമന സമയത്ത് എന്തെങ്കിലും പ്രതിഷേധം നിങ്ങൾ ഉന്നയിച്ചിരുന്നതെന്നാണ്? എന്ത് കേസാ? മോഹൻ കുന്നുമലിനെതിരെ നിങ്ങൾ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ നിയമന സമയത്ത്?
എത്ര പ്രതിഷേധങ്ങൾ അവിടെ നടത്തി SFI? ഏതെങ്കിലും കാര്യത്ത് മോഹൻ കുന്നുമേലുമായി പൊരുത്തപ്പെട്ടിട്ടുണ്ടോ SFI? KSUക്കാരെ പോലെ മോഹൻ കുന്നുമേലിന്റെ റീഅപ്പോയിന്റ്മെന്റ് സമയത്ത് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ടോ ഇയാളെ അപ്പോയിന്റ് ചെയ്ത് ഇയാൾ സംഘപരിവാറുകാരനാണെന്ന്? ഞാൻ പറയട്ടെ മോഹൻ കുന്നുമേലിന്റെ ഔദാര്യത്തില് VC-മാരുടെ ഔദാര്യത്തില് KSUക്കാർ സിൻഡിക്കേറ്റിൽ കയറി, സെനറ്റിൽ കയറി, സെനറ്റിലും സിൻഡിക്കേറ്റിലും നുഴഞ്ഞു കയറി അവരുടെ മോഹൻ കുന്നുമലിന്റെ പുനർനിയമനത്തിനെതിരെ സർക്കാർ എന്തെങ്കിലും നിലപാടെടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടോ? രാജ്ഭവനെ നിയമപരമായി നീങ്ങിയിട്ടുണ്ടോ? അതെ, നിങ്ങൾക്ക് തീരെ മനസ്സിലാകുന്നില്ല അല്ലേ? ഒരു സംസ്ഥാന സർക്കാർ നിയമസഭയിൽ കൊണ്ടുവന്ന നിയമത്തിൽ ഒപ്പിടരുന്നു കോൺഗ്രസ്. ആരിഫ് മുഹമ്മദ് ഖാനോട് പറഞ്ഞു. ആ നിയമം നടപ്പാക്കാൻ വേണ്ടി ഞങ്ങൾ കോടതിയിൽ പോയി. ആർക്കെതിരെയാണ് കോടതി പോയത്? രാജ്ഭവനെതിരായിട്ട്. എന്നിട്ട് പിന്നെ രാജ്ഭവനിൽ അപേക്ഷയായിട്ട് ഞങ്ങൾ പോയോന്നോ? ഞങ്ങൾ സാമാന്യ ബുദ്ധിയുള്ളവർ ചോദിക്കുകയല്ലേ? ഞങ്ങൾ ഈ കോടതിയിൽ പോയിട്ടുണ്ടോ? ആരിഫ് മുഹമ്മദ് ഖാനെതിരായിട്ട് കോടതി കേസ് കിടക്കുക. കാവ്യവൽക്കരണത്തിനെതിരെ നടത്തുകയാണല്ലോ. മോഹൻ കുന്നുമൽ കാവ്യവൽക്കരണത്തിന്റെ ആളാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്ത് നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്? അത് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ സംഘപരിവാറുകാരനാണ്, ഇയാൾക്ക് കൊടുക്കരുത് എന്നൊരു രാഷ്ട്രീയ നിലപാട് CPM സ്വീകരിച്ചോ? SFI സ്വീകരിച്ചോ? അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് കൃത്യമാണ്. CPM-ന്റെ പ്രമേയം വായിച്ചിട്ടുണ്ടോ? CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രമേയം വായിച്ചോ? ആ റീഅപ്പോയിന്റ്മെന്റിന് SFI-ക്കാർ അവിടെ സമരം നടത്തിയത് നിങ്ങൾ കണ്ടോ? ഞങ്ങൾ പ്രതിഷേധമാണ്, പരസ്യ പ്രതിഷേധമായിരുന്നു. ഞങ്ങൾ പരസ്യമായിട്ടാണ് പ്രതിഷേധിക്കുന്നത്. ഒരു കാലഘട്ടത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. മോഹൻ കുന്നുമേലുമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഒരു കാലഘട്ടത്തിലും പോരാട്ടത്തിലാണ്. നിങ്ങളാണ് അദ്ദേഹത്തിന്റെ സെനറ്റിൽ അംഗത്വത്തിന് വേണ്ടി നിങ്ങളാണ് സെനറ്റ് അംഗത്വത്തിന് വേണ്ടി വന്നത്. നിങ്ങളുടെ സിൻഡിക്കേറ്റിൽ ഒരാൾ വന്ന എങ്ങനെ ഞാൻ പറയാൻ വന്നു. ഒന്ന് ശ്രീ K. അനിൽകുമാർ, താങ്കൾ ഇവിടെ ഈ രാജ്യം നാണം കെട്ടവർ എന്നൊക്കെ പറഞ്ഞാൽ താങ്കളുടെ വാദഗതികളുടെ നിരർത്ഥകത ഈ കേരളം മനസ്സിലാക്കാതെ ഒന്നും ഇരിക്കില്ല. അത് ഒന്നാമത്തെ കാര്യം. ഞാൻ പറഞ്ഞത് വളരെ സ്പെസിഫിക്കായി വീണ്ടും മോഹൻ കുന്നുമേൽ എന്ന് പറയുന്ന കേരള സർവകലാശാലയുടെ ഞാൻ പറയട്ടെ ശ്രീ K. അനിൽകുമാർ, താങ്കളുടെ അവസരം കഴിഞ്ഞല്ലോ. ശ്രീ മോഹൻ കുന്നുമേൽ എന്ന് പറയുന്ന വൈസ് ചാൻസലറെ റീഅപ്പോയിന്റ്മെന്റ് ചെയ്ത സമയത്ത് CPM ഒരു തവണ പോലും SFI ഒരു തവണ പോലും ഇയാൾ സംഘപരിവാറുകാരനാണെന്ന് ആരോപിച്ചിട്ടില്ല. കേരളത്തിന് മുന്നിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഈ ആരോപണം തുടങ്ങിയത് ഈ കഴിഞ്ഞ ദിവസമാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി താങ്കൾ ഇവിടെ പറഞ്ഞു ഞങ്ങൾ KSU സമരം ചെയ്തു, KSU സമരത്തിൽ നിന്ന് പോയി. ഞങ്ങൾ KSU സമരം ചെയ്തു. അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്താണ്? ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടന്ന സമരത്തിൽ KSU-വും ഉണ്ടായിരുന്നു. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. 2, നിങ്ങൾ പറഞ്ഞ ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിലെ നിയമവിരുദ്ധത അത് കോൺഗ്രസ് അംഗീകരിക്കുന്നു. കോൺഗ്രസ് ആ നിയമവിരുദ്ധ നടപടിക്ക് എതിരാണ്. ഞങ്ങൾ അത് വീണ്ടും പറയുന്നു. ആ നിയമവിരുദ്ധ നടപടിക്കെതിരെ രജിസ്ട്രാർ കോടതിയിൽ പോയത് വളരെ ശരിയാണ്. അദ്ദേഹം കോടതിയിൽ പോകേണ്ടതാണ്. അദ്ദേഹത്തിന്റെ മൗലിക അവകാശത്തിന്റെ ലംഘനം ഉണ്ടായതിന്റെ പേരിൽ റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുത്തു. ഞങ്ങൾ അത് ശരിവെക്കുന്നു. പക്ഷെ പിന്നീട് നടന്നതിലാണ് ഞങ്ങളുടെ പ്രശ്നം. പിന്നീട് നടന്നതിലെ പ്രശ്നം എന്താ? ഈ റിട്ട് പെറ്റീഷൻ നിങ്ങൾ തന്നെ പിൻവലിക്കുന്നു. പിൻവലിക്കാൻ നിങ്ങൾ പറഞ്ഞ കാരണം എന്താണ്? മറ്റൊരു ക്രമവിരുദ്ധത, നിയമവിരുദ്ധത ഉണ്ടാകുന്നു. എന്താണ്? സിൻഡിക്കേറ്റ് യോഗം വീണ്ടും കൂടുന്നു. ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ VC പങ്കെടുക്കുന്നു. ആ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ അജണ്ട എന്താണ്? ഈ വന്ന കേസിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് അത് ക്രമീകരിക്കുക എന്നുള്ളതാണ് അജണ്ട. അപ്പൊ ഒന്നാമത്തെ ക്രമവിരുദ്ധത ഔട്ട് ഓഫ് അജണ്ടയായി നിങ്ങൾ ഒരു വിഷയം കൊണ്ടുവരുന്നു. ആ ഔട്ട് ഓഫ് അജണ്ടയായി ഒരു വിഷയം വരുമ്പോ കേരള യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം VC അംഗീകരിക്കണം. അത് അംഗീകരിച്ചിട്ടില്ല. അത് അംഗീകരിക്കാത്ത പക്ഷം VC ആ യോഗം പിരിച്ചുവിട്ടു പോകുന്നു.
രണ്ടാമത് നിങ്ങൾ അതിൽ മുതിർന്നയാളെ അധ്യക്ഷനായി തെരഞ്ഞെടുത്ത് രജിസ്ട്രാർക്കെതിരെയുള്ള നടപടി പിൻവലിച്ചു എന്ന് പറയുന്നു. ആ പിൻവലിച്ചു എന്ന് പറയുന്ന സിൻഡിക്കേറ്റ് യോഗത്തിലെ നടപടി നിയമവിരുദ്ധമാണ്. രണ്ട് നിയമവിരുദ്ധത അവിടെ ഉണ്ടായി. ഇനി ഇന്നലത്തെ കേസ്, ആ കേസ് പിൻവലിച്ച ഇതിന് ശേഷം ഹൈക്കോടതി ഡിസ്പോസ് ചെയ്തുകൊണ്ട് പറഞ്ഞ വിധി, ആ വിധി പറഞ്ഞത് പ്രോപ്പർ അതോറിറ്റിക്ക് തീരുമാനമെടുക്കാമെന്നാണ്. ഈ പ്രോപ്പർ അതോറിറ്റി ആരാണ് നിഷ? പ്രോപ്പർ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ചാൻസലറാണ്. ഇനി ചാൻസലർ തീരുമാനമെടുക്കുകയാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി ശരിയാണ് എന്ന് തീരുമാനമെടുത്താൽ ഈ രജിസ്ട്രാർ പിന്നെയും പുറകോട്ട് പോകണം എന്ന് പറഞ്ഞാൽ കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത് നിയമവിരുദ്ധ നടപടി ആയിരുന്നു എന്ന് ഒരു വിധിന്യായം വരേണ്ട സാഹചര്യത്തിൽ നിങ്ങൾ അത് പിൻവലിച്ചുകൊണ്ട് പോന്നു. അതാണ് അതിലെ നിയമപരമായ പ്രശ്നം. ഇനി ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതാണ് ഞാൻ ഒറ്റ ലൈനിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് സിസ തോമസിനെ തടയണം, നിങ്ങൾക്ക് രജിസ്ട്രാറെ അകത്തുകൊണ്ട് വെക്കണം, മറ്റേ രജിസ്ട്രാറെ എടുത്ത് കളയണം, ഗവർണർക്കെതിരെ സമരം നടത്തണം. അങ്ങനെ ആരോഗ്യ മേഖലയിൽ ഇവിടെ നടക്കുന്ന സമരത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റിവിടണം. VN വാസവൻ രാജിവെക്കണം എന്നുള്ള ഞങ്ങളുടെ ആവശ്യം, ആ ആവശ്യത്തിലുള്ള സമരം നിങ്ങൾ ശ്രദ്ധ മാറ്റിവിടണം. വീണ ജോർജ് രാജിവെക്കണം എന്നുള്ള ആവശ്യം, ആ ആവശ്യം ഇവിടെ നിരാകരിക്കപ്പെടണം, അല്ലെങ്കിൽ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റണം. ഇതിനുള്ള പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ് നിങ്ങൾ നടത്തുന്നത്. ഇതാണ് ഇതിന്റെ ആകത്തുക. ഇതിനു വേണ്ടി കുറെ വിദ്യാർത്ഥികളെ ബലിയാടാക്കുന്നു. അതാണ് കേരളത്തിൽ സംഭവിക്കുന്നത്.